ജോസൂട്ടിയെ ജോസൂട്ടി ആ ജോസൂട്ടി വരണം വാസുട്ടിയാ ഇരിക്ക്. ഒന്നും പറയണ്ട. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? എന്തപ്പോ ഇന്നലെ കൊണ്ടുപോയ ഉടനെ തന്നെ അവനെ നേരെ ഐസിയുലേക്ക് മാറ്റി. അപ്പൊ രാവിലെ മുതലേ അവന് ചെറിയൊരു പനിയൊക്കെ ഉണ്ട്. പക്ഷെ ഇതിങ്ങനെ എത്രമാത്രം കൂടുന്നു വിചാരിച്ചില്ല. രാത്രിയൊക്കെ ആയപ്പോഴേക്ക് വല്ലാണ്ടങ്ങ് കൂടിപ്പോയി. അപ്പൊ പിന്നെ ഇനി രാവിലേക്ക് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓട്ടോറിക്ഷ വിളിച്ച് കൊണ്ടുപോയി ചെയ്ത്. കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. അപ്പൊ ആദ്യം ഇപ്പൊ അവിടെ ആശുപത്രിയിൽ കൊടുക്കാനും നിനക്കിപ്പോ പരീക്കുട്ടി കുറച്ച് പൈസ തന്നു. ഇനിയിപ്പോ കുറച്ച് പൈസ കൂടി ഇപ്പൊ അവിടെ കെട്ടി വെക്കണം. ഇനിയിപ്പോ എങ്ങനെ പരീക്കുട്ടിയോട് പൈസ ചോദിക്കുക? നമുക്ക് വേറെ ആരോടെങ്കിലും കുറച്ച് പൈസ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ നമുക്ക്? അല്ല, എത്ര രൂപയാണ് ഇപ്പൊ വേണ്ടത്? ഇപ്പൊ ഒരു 5 രൂപയിൽ ഇപ്പൊ അവിടെ കെട്ടേണ്ടി വരും. ശരിയാ, അതാണ്. 5 രൂപ നമുക്ക് ഒപ്പിക്കും. ഇവിടെ ജെസ്സിയുടെ കടയുടെ വാടക കൊടുക്കാനുള്ള കുറച്ച് പൈസ ഇരിപ്പുണ്ട്. അത് ഞാൻ തരാം തൽക്കാലം. കുറവുണ്ട് ഇപ്പൊ എൻ്റെ പനി കുറവുണ്ട്. എന്താ ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ ഈ കഫക്കെട്ട് കൂടിയിട്ടുണ്ട്, പിന്നെ ന്യൂമോണിയയുടെ എന്തോ ഇതൊക്കെ തുടക്കമാണ്. അപ്പൊ അതിന് എന്തോ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. അത് ഏകദേശം ഒരാഴ്ച ഉണ്ട് ഇത്ര ഇഞ്ചക്ഷൻ. അപ്പൊ അതിന്റെ ഒരു ഇത് കണക്കാക്കിയിട്ടാണ് ഒരാഴ്ച അവിടെ കിടക്കണം എന്ന് പറഞ്ഞത്. ICU ചിലപ്പോൾ നാളെയോ മറ്റന്നൊക്കെ ആയിട്ട് മാറ്റാൻ സാധ്യതയുണ്ട്. ഏതായാലും ഈ ആശുപത്രിയിൽ തന്നെ കൊണ്ടുപോയത് നന്നായി. ആ ജോസഫ് ഡോക്ടർ നല്ലതാണ് കുട്ടികളുടെ. പക്ഷെ എന്താ ഒരു പനിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അറക്കണെന്ന്. അത് പറഞ്ഞിട്ടല്ലേ ഈ പിള്ളേരെ ശ്രദ്ധിക്കണം. ഈ കണ്ണി കണ്ടതൊക്കെ മേടിച്ച് തിന്ന് ഈ സ്കൂളിലൊക്കെ പോകുമ്പോൾ ആരുടെങ്കിലും ഒക്കെ കിട്ടണതാണ് ഇതേ. എന്ത് ചെയ്യാ? നീ മറ്റേ മെഡിക്ലെയിം എടുത്തിട്ടുണ്ടോ? എന്ത് മെഡിക്ലെയിം? അതെടുക്കണം. കാരണം നമ്മളെപ്പോലെ ഈ സാധാരണ കൂലിപ്പണി എടുത്ത് ജീവിക്കണവരെ അന്നാന്ന് കിട്ടണോണ്ട് അന്നത്തെ കാര്യം നടക്കുകയുള്ളൂ. ഇതുപോലുള്ളൊരു ക്രൈസിസ് വന്നാലുണ്ടല്ലോ നമ്മുടെ കണ്ണ് വീഞ്ഞു പോകും. അതുണ്ടെങ്കിൽ ഇപ്പോൾ ആരുടെയും തലമാന്തുണ്ടാക്കുക, ആരുടെ അങ്ങാട് കൊടുത്താൽ മുഴുവൻ ചിലവും കഴിഞ്ഞങ്ങാട് പോരാൻ പറ്റും. ഇത് കഴിഞ്ഞാലെങ്കിലും നീ അത് ചേരണം. ചേരണത്. ഈ പൈസ ഞാൻ എടുത്ത് തരാം. എന്നിട്ട് ഞാൻ ഉടനെ അങ്ങോട്ട് വരികയും ചെയ്യാം. എന്താ പറയണ ചെക്കന്റെ കാര്യം? എന്തൊക്കെയോ ടെസ്റ്റുകൾ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് കുലുമാലാന്നുള്ള ICU മാറ്റിയോ? ICU മാറ്റിയിട്ടില്ല. ICU മാറ്റും. ഇന്ന് മാറ്റും പറഞ്ഞിട്ട് ഇന്ന് ചിലപ്പോ മാറ്റും. ഇപ്പൊ എന്താ സ്കാനിങ് എന്താ പറഞ്ഞു? എന്തൊക്കെ സ്കാൻ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കയ്യിലാണെങ്കിൽ എന്റെ കയ്യിൽ ഒരു പൈസ ഇല്ല. അപ്പൊ എന്തായാലും അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിക്കും. അല്ല, ഈ ഇപ്പൊ ടെൻഷൻ അടിക്കണ്ട. അതൊക്കെ നമുക്ക് എങ്ങനെയും സംഘടിപ്പിക്കാം. ഇപ്പൊ ആകെ പ്രതീക്ഷ ആ ദൊരയാണ്. ദൊര പൈസ കൊണ്ട് വരാന്ന് പറഞ്ഞാണ്. ഇപ്പൊ രാവിലെ അവിടുന്ന് പോരുന്നൊക്കെ പറഞ്ഞു. ഇവിടെ എത്തൂല്ലേ ദൈവത്തിനറിയാം. അല്ല, അവരുടെ വാക്കും പഴയ ചാക്കും ഒരുമാതിരിയാണ്. അതായി പറയും. ഇങ്ങനെ ഒരു ആവശ്യമല്ലേ? ഇങ്ങനെ ഒരു ആവശ്യമൊക്കെ ആകുമ്പോ അവനത് എങ്ങനെയെങ്കിലൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുപോയി. ടെൻഷൻ ഒന്നും അടിക്കണ്ട. അല്ലെങ്കിൽ ഇപ്പൊ അതങ്ങനെ നടന്നില്ലെങ്കിൽ നമുക്ക് റസിയാനോടേ എന്തെങ്കിലും തെരുമറിയാൻ നടത്തിക്കോളാം. അത് പേടിക്കൊന്നും വേണ്ട. അത് ഞാൻ മേടിക്കാം. അങ്ങനത്തെ ആവശ്യമൊക്കെ ആകുമ്പോഴൊക്കെ നമുക്ക് കിട്ടും. വന്നോ? എന്താ കളിയാ കിട്ടിയാ? എങ്കിലും കിടക്കില്ല കളിയാ. திடீர்னு ஒரு 15,000 ரூபாயெல்லாம் கேட்டா ஆறு எனக்கு ஊர்ல தர்றது? நீ டெஸ்ட் அடிக்க வேணாம். ஒரு வழி கண்டு இருக்கு. சுமையோட கழுத்துல ஒரு மாலை கிடந்ததுல அதை நான் கழட்டி வாங்கிட்டேன். തൽക്കാലത്ത് ബാങ്കിൽ അടമാനം വെച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കെട്ടിച്ചേ. ഇത് എന്തിനാണ്? ഇത് സുമയുടെ താലി ചെയിനല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ മല്ലികയുടെ ചെയിനിൽ എടുത്ത് പണയം വെച്ചൂടെ? என்ன அழியா இது? எங்க ஊர்ல எல்லாம் மஞ்ச சரல தான் தாலி கட்டுறது. இது சும்மா போட்டுறது. இப்போ ஒரு தேவைக்கு தானே. இந்த பாரு, இது பேங்க்ல அடமானம் வச்சு காசு படிச்சுட்டு போய் காரியம் நடத்து. புடியாளியா? എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ വരികുട്ടി. ഇനി റസിയോട് ചോദിക്കൊന്നും വേണ്ട. ഏതായാലും ഇപ്പൊ ഇത് കൂടപ്പറമ്പല്ലേ, കുഴപ്പമില്ലല്ലോ. ആയിക്കോട്ടെ. ഞാൻ അഥവാ എന്തെങ്കിലും ആവശ്യം വന്നാ വിളിച്ചോ. നമുക്ക് നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇത് അവിടെ കൊടുത്തിട്ട് ജോസൂട്ടിയെ ഫോൺ ചെയ്ത് കൂപ്പിട്. അപ്പൊ നമുക്ക് ബാങ്കിൽ പോലാം. അതാ ശരി. ആയിക്കോട്ടെ. ശരി ശരി ശരി. ജോസൂട്ടിയെ സുമയുടെ ചെയിന് പണയം വെക്കേണ്ടി വന്നു എന്നൊക്കെ ആലോചിക്കുമ്പോഴേ എന്തോ ഒരു മാതിരി വിഷമം. ஏன் அழியாது? இதுப்போ தேவைக்கு தானே அது. இந்த டைம்ல நான் செய்யலைன்னா நான் மனுஷனே தான்.
അതെ, അല്ലാതെ ഇപ്പൊ വേറെ വഴിയില്ല. അപ്പൊ പരിക്കുട്ടിയോടൊക്കെ ഇപ്പൊ എത്ര ചോദിക്കും? പരിക്കുട്ടി ഇപ്പൊ ആശുപത്രിയിൽ ആദ്യം 4,000 രൂപ പരിക്കുട്ടിയുടെ നിലവായി. ഇവന്റെ അടുത്ത് അതൊന്നും നോക്കണ്ടെന്ന്. ഇപ്പൊ ഓരോ പുറത്തുള്ള ആളൊന്നും അല്ലല്ലോ, അവൻ ചെയ്യേണ്ടതല്ലേ അത്. നമുക്കൊരു 5,000 രൂപ നാളെ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് അത് എടുത്തു കൊടുക്കാം. അല്ലാതെ എന്തിനാ? അവൻ അതെങ്കിലും കൊണ്ട് തന്നില്ലേ? അതെ, ഡിസ്ചാർജ് ചെയ്യാനുള്ള കാശ് സഹായിച്ചാ പൈസ കിട്ടിയില്ലേ? യോജിച്ച് നിൽക്കാതെ ഓക്കെ, പെട്ടെന്ന് പോയിട്ട് അവനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവരാം. ബാക്കി നമുക്ക് പിന്നെ ആലോചിക്കാം. വാ. 25 കൊല്ലമായി നമ്മുടെ നാട്ടുകാരുടെ മുഴുവൻ സ്വർണ്ണം ഇതിന്റെ അകത്തിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പൊ പണയം വെക്കണവർക്ക് സമ്മാനം കൊടുക്കണം. സമ്മാനം കൊടുക്കരുത്. അത് ശരി, എന്നെ അടിച്ച കാർ എല്ലാം ഉണ്ട്.